വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പലരും പറയുന്നൊരു ചോദ്യമാണ്, കാരണം വെച്ചാൽ ലാപ്ടോപ്പ് ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് മൾട്ടി ടാബ് ചെയ്യുക. ലാപ്ടോപ്പ് ഇല്ലാതെ നമുക്ക് മൾട്ടി ടാബ് എന്ന് പറയുന്ന ഇത് ചെയ്യാൻ പറ്റും. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് മെയർ ആപ്പ് എന്ന് പറയുന്ന മൾട്ടി ബ്രൗസർ. മെയർ ആപ്പിലൂടെ ഒരുപാട് ആൾക്കാർ 4000 മണിക്കൂർ കടമ്പ 2-3 മാസത്തിനുള്ളിൽ തന്നെ കടമ്പ കടന്നിട്ടുണ്ട്. നിങ്ങൾക്കും മെയർ ആപ്പ് എന്ന് പറയുന്ന ഈ സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അതൊരു സക്സസ്സിനുള്ള യൂട്യൂബിലെ സക്സസ്സിനുള്ള ഒരു ഉപാധിയായിരിക്കും. ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നു. ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ മെയർ ആപ്പ് എന്ന് പറയുന്ന ആ സംഭവം ഡൗൺലോഡ് ചെയ്തെടുക്കുക. നിങ്ങൾ ഗ്രൂപ്പുകളായിട്ട് ഇപ്പോൾ തന്നെ ടാസ്ക് ചെയ്യാൻ തുടങ്ങുക. മെയർ ആപ്പിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡർ ചെയ്ത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം എൻ്റെ വളർച്ചയ്ക്ക് കാരണം എൻ്റെ വാച്ച് അവർ കൂടാൻ കാരണം മെയർ ആപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 100% റെക്കമെൻഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും മെയർ ആപ്പ് യൂസ് ചെയ്യുക. നമ്മളാദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെയർ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് ഓപ്പൺ ആക്കേണ്ടേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെയർ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനതിൽ ഓപ്പൺ ചെയ്ത് പോവുകയാണ്. നമ്മൾ ഇതുപോലത്തെ ഇൻ്റർഫേസാണ് മെയർ ആപ്പിൽ വരിക. അവിടെ വലത് ഭാഗത്തായിട്ട് താഴത്ത് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ സെറ്റിങ്സിൽ നമ്മളാദ്യം വീഡിയോ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പ്ലേ ബാക്ക്, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പ്ലേ ബാക്ക് നമ്മളവിടെ ഓൺ ചെയ്തിട്ടുക. ഞാനിവിടെ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഓൺ ചെയ്തിടുക. നെക്സ്റ്റ് സൗണ്ടാണ്, സൈറ്റ് സെറ്റിങ്സ് ആണ്. സൈറ്റ് സെറ്റിങ്സിൽ നമ്മൾ സൗണ്ട് സെർച്ച് ചെയ്യുക, സൗണ്ട് എടുക്കുക. ഓക്കെ, സൗണ്ട് ഇവിടെ മ്യൂട്ടിൽ തന്നെ വെക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു വീഡിയോസൊന്നും അല്ല, ഒരുപാട് വീഡിയോസാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ വന്നാൽ അത് ഡിസ്റ്റർബൻസിന് ഇടയാക്കും. അതുകൊണ്ട് നിങ്ങൾ സൗണ്ട് മ്യൂട്ടിൽ തന്നെ വയ്ക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് മനസ്സിലായെന്ന് കരുതുന്നു. സെറ്റിങ്സിൽ പോയിട്ട് ഇതുപോലത്തെ 2 സ്റ്റെപ്പ്, ഞാനിപ്പോൾ പറഞ്ഞ 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമുക്ക് യൂട്യൂബിലോട്ട് ഡയറക്റ്റ് പോവാം. യൂട്യൂബിൽ നമ്മൾ ഏത് ഐഡിയ ആണോ ഓക്കെ, ഞാനിവിടെ ടാലൻറ്റ് വേൾഡ് എന്ന് പറയുന്ന എൻ്റെ ഐഡിയ ആണ് ഞാനിവിടെ ടാസ്കിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്, ടാലൻറ്റ് വേൾഡ്. അപ്പോൾ നമ്മൾ അതിൽ പ്ലസ് താഴത്തായിട്ട് പ്ലസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ആ പ്ലസ്സിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് വരും. നമ്മളതിൽ യൂട്യൂബിലേക്ക് ഡയറക്റ്റ് പോവുക. അവിടെ യൂട്യൂബിലെ സെർച്ച് ബാറിൽ നമ്മൾക്ക് ആരുടെ ചാനലാണോ അവിടെ സെർച്ച് ചെയ്യേണ്ടത് അത് നമുക്ക് സെർച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു ചാനൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് പ്ലേലിസ്റ്റ്, ഓക്കെ, അതിൽ 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. ആ 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഞാനത് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഓക്കെ, അത് പ്ലേ ചെയ്തു. വീണ്ടും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ താഴത്തുള്ള പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക. വീണ്ടും യൂട്യൂബിലേക്ക് പോവുക. യൂട്യൂബിൽ ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ വീണ്ടും അടുത്ത ചാനൽ, ആരുടെ ചാനലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ചാനൽ അവിടെ സെർച്ച് ചെയ്യുക. ഞാനിവിടെ 2ാമത്തെ ചാനൽ കൂടെ അവിടെ സെർച്ച് ചെയ്തിട്ട് അവിടെ SDIV ഫിറ്റ്നസ്, ഓക്കെ, അതിലും ഞാൻ വീണ്ടും പ്ലേലിസ്റ്റിലോട്ട് പോവുകയാണ്. ആ പ്ലേലിസ്റ്റിൽ അവിടെയും 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റ് അവർ ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് അതും പ്ലേ ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ 2 ടാബ് ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ അതും അവിടെ പ്ലേ ആവുകയാണ്. ഓക്കെ, വീണ്ടും അതുപോലെ തന്നെ നമ്മൾ ആവർത്തിക്കുകയാണ്. പ്ലസ് എന്ന് പറയുന്ന ആ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ വീണ്ടും യൂട്യൂബിലേക്ക് കയറുക. യൂട്യൂബിൽ കയറിയിട്ട് 3ാമത്തെ ചാനൽ കൂടെ ഞാൻ അവിടെ സെർച്ച് ചെയ്യുകയാണ്. ഞാനിപ്പോൾ 3ാമത്തെ ചാനൽ കൂടെ അവിടെ സെർച്ച് ചെയ്ത് അതിലെ പ്ലേലിസ്റ്റ് കൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പ്ലേലിസ്റ്റിലോട്ട് പോവുക. പ്ലേലിസ്റ്റിൽ അവിടെയും 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും ഞാനത് പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ 3ാമത്തെ ടാബും കൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഒറ്റ ഐഡിയ ആണ് സുഹൃത്തുക്കളെ, ഒറ്റ ഐഡിയ ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ 3 ടാബ് ഞാൻ ഓപ്പൺ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. പ്ലസ് ബട്ടണിലും പിന്നെ യൂട്യൂബിലേക്ക് പോവുക. അതിനുശേഷം 4ാമത്തെ ചാനൽ കൂടി ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 4ാമത്തെ ചാനൽ കൂടി ഞാൻ സെർച്ച് ചെയ്തു. അതിലും അവർ 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിലോട്ട് പോകുന്നു. 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റ് ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോവുകയാണ് കൂട്ടുകാരെ. ഓക്കെ, ഞാനവിടെ 2 മണിക്കൂറുള്ള പ്ലേലിസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 4ാമത്തെ ടാബ് കൂടെ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ഒറ്റ ഐഡിയയിലാണെന്ന് ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ഒറ്റ ഐഡിയയിലാണ് ഞാൻ ഈ 4 ടാബുകൾ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എത്ര ടാബുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ എത്ര ആളുകൾ വേണമെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഞാനിവിടെ ഒറ്റ ഐഡിയയിൽ വെച്ചപ്പോൾ 4, ഞാൻ ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, 4 ചാനൽ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്. 2 മണിക്കൂർ വീതമുള്ള 4 ചാനൽ ഞാനിവിടെ പ്ലേ ചെയ്യുകയാണ്.
അപ്പോൾ തന്നെ നിങ്ങളിത് ഉദ്ദേശിക്കാനുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൂ. കാരണം 2 മണിക്കൂറാണ്, 2, 4, 6, 8 മണിക്കൂർ. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് 8 മണിക്കൂർ ഇവിടെ കിട്ടും. അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാനേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ചാനൽ എവിടെയെങ്കിലും നമ്മളിപ്പോൾ സ്റ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വലത് ഭാഗത്ത് കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്രഷിൻ്റെ ഓപ്ഷൻ വരും. ആ റിഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലേ ആയിക്കൊള്ളും. അങ്ങനെ നമുക്ക് മെയർ ആപ്പിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് എന്ന് പറയുന്ന ആ കടമ്പ, യൂട്യൂബിൻ്റെ ആ കടമ്പ കടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരുപാട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, നമ്മൾ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതാണ് നമ്മുടെ ധർമ്മം. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും ഇതൊരു അവസരമായിക്കൊള്ളട്ടെ, അവർക്കും ഇതൊരു ഗുണമായിക്കൊള്ളട്ടെ. തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരുപാട് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.